കേരളത്തിൽ നിന്നും ജയിച്ചുപോയ ഏറ്റവും മോശം എം പി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ ഏറ്റവും മോശം എം പി പട്ടത്തിന് വേണ്ടി സുരേഷ് ഗോപിയും പ്രിയങ്ക ഗാന്ധിയും സാക്ഷാൽ ഷാഫി പറമ്പിലും തമ്മിൽ ഒരു ടൈറ്റ് മത്സരം നടക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരുന്നു? അറിയില്ല, കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ വാർത്തയാക്കാറില്ലല്ലോ. എങ്കിൽ കേട്ടോ, എം പിമാർക്ക് വികസന പ്രവർത്തനത്തിന് എം പി ലാഡ്സ് എന്നൊരു പ്രത്യേക ഫണ്ട് തന്നെയുണ്ട്. അത് ചെലവാക്കുന്ന കാര്യത്തിൽ രാജ്യത്തെ തന്നെ ഏറ്റവും മോശം പ്രകടനമാണ് കേരളത്തിൽ ജയിച്ച 19 എം പിമാരുടേത്. ഇത് ഞാൻ പറയുന്നതല്ല, എം പി ലാഡ്സ് ഫണ്ടിന്റെ വെബ്സൈറ്റിലെ രേഖയാണ്. ഏറ്റവും കുറച്ച് ഫണ്ട് എം പി ലാഡ്സിൽ ചെലവാക്കിയതിൽ മുൻപിലുള്ള ഒരാൾ വടകര എം പി ഷാഫി പറമ്പിലാണ്. ആകെ 9.8 കോടി രൂപ അനുവദിച്ച് കിട്ടിയതിൽ വെറും 39 ലക്ഷം മാത്രമാണ് സാക്ഷാൽ ഷാഫി ചിലവാക്കിയത്. അതായത് മൊത്തം ഫണ്ടിന്റെ 4%. ഒരൊറ്റ പ്രോജക്റ്റ് പോലും ഈ കാലയളവിൽ പൂർത്തിയാക്കാനും റീൽ സ്റ്റാറിന് സാധിച്ചിട്ടില്ല. മോശം എം പിയെ കണ്ടെത്താനുള്ള മത്സരത്തിൽ ഷാഫിക്ക് തൊട്ട് പിന്നിൽ തന്നെ തൃശൂർ എം പിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുമുണ്ട്. കിട്ടിയ 9.8 കോടി രൂപ എം പി ലാഡ്സ് ഫണ്ടിന്റെ വെറും 6% മാത്രമാണ് ഈ കേന്ദ്രമന്ത്രി ഇതുവരെ ചെലവാക്കിയത്. ഫണ്ട് പാസാക്കിയെടുക്കാൻ ഏറ്റവും എളുപ്പം കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്കാണ്. എന്നിട്ടാണ് ആകെ 58 ലക്ഷം രൂപ മാത്രം സുരേഷ് ഗോപി ചെലവാക്കിയത്. എന്തായാലും തൃശൂർക്കാരുടെ സെലക്ഷൻ അടിപൊളി. മോശം എം പി പട്ടത്തിനായുള്ള ഈ ടൈറ്റ് മത്സരത്തിൽ ഒരു ദേശീയ വനിതാ പ്രാതിനിധ്യം വേണമെന്നുള്ളത് കൊണ്ടാകും പ്രിയങ്ക ഗാന്ധിയും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തത്. ആകെ ലഭിച്ച എം പി ലാഡ്സ് ഫണ്ടിന്റെ 13% മാത്രമാണ് വലിയൊരു ദുരന്തം നേരിട്ട വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി എന്ന എം പി ആകെ ചെലവാക്കിയത്. ഒരു പ്രോജക്റ്റ് പോലും പൂർത്തിയാക്കാനും ദേശീയ നേതാവായ പ്രിയങ്കയ്ക്ക് സാധിച്ചിട്ടില്ല. എന്തായാലും കേരളത്തിൽ നിന്നുള്ള ലോക്സഭ രാജ്യസഭ എം പിമാരിൽ അല്പമെങ്കിലും ഭേദപ്പെട്ട പ്രകടനം നടത്തിയത് ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ഇടത് എം പിമാരാണെന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇനിയെങ്കിലും മലയാളികൾ വോട്ടിടുന്നതിന് മുമ്പ് എം പിയുടെ മുൻകാല ഫണ്ട് വിനിയോഗമൊക്കെ പരിശോധിക്കുന്നത് നല്ലതാകും. ഇല്ലെങ്കിൽ ഇതുപോലെ മരക്കുറ്റികളെ ചുമക്കുക തന്നെ ശരണം.